ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സവാള ഒന്നും വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളതെന്ന് കണ്ടു നോക്കാം. കുക്കർ ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ സവാള നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷമാണ് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയൊക്കെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഈ വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയത്തിനുള്ളിൽ ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 4-5 കാഷ്യൂനട്ട്, കുറച്ച് വെള്ളവും ഒഴിച്ച് തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ ഇപ്പം നന്നായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. വരിഞ്ഞെടുത്തിട്ടുള്ള മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.